എന്താ ദേവികമ്മയെ സുഖം തന്നെയല്ലേ? അതെ. ഇതേതായി പുതിയ കക്ഷി മനസ്സിലായില്ല? എന്റെ മോളാ. ഓ, അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. മേലേക്കാവിലെ സർവാണിയല്ലേ താൻ? ഒന്ന് ആലോചിച്ചങ്ങ് പറയാ കേക്കട്ടെ. നമ്മുടെ മരിച്ചുപോയ ഭാനുവിന്റെ മുഖച്ഛായ. പക്ഷേ അതേടോ, ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റില്ല. ഊഹ ശരി തന്നെയാ. രാഘവൻ നമ്പ്യാരുടെ മോളാ മീര. കൽക്കത്തന്ന് വന്നതാ. മോളെ, ഇത് കരയോഗം തൊട്ട് പഞ്ചായത്ത് അടക്കം എല്ലാറ്റിന്റെയും പ്രസിഡന്റാ DK മേനോൻ. നമസ്കാരം പ്രസിഡന്റ്. നമസ്കാരം. അച്ഛൻ വന്നില്ലേ മോളെ? ഇല്ല അങ്കിൾ, ടൂറിലാ. ഒരു മാസത്തെ ഗൾഫ് ടൂർ. കോഴ്സ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോ നാട് കാണാൻ വിട്ടത് അച്ഛൻ. ഷോർട്ട് വിസിറ്റ്. എന്തിനാ ഷോർട്ടാക്കടേ? വേരോടിയ സ്വന്തം മണ്ണല്ലേ. ഇനി ഇവിടെ തന്നെ കൂടുക. എന്താ എന്താ ദേവികമ്മേ? ചായ അത് അവിടെ എങ്ങാനും വെച്ച് ഒരു പണി ചെയ്തുകൊണ്ടിരിക്കണം കണ്ടില്ലേ? ഇങ്ങനെ ദിവസവും വേണോ ഈ വഴിപാട്? വല്ല ഇരുമ്പ് വിലക്ക് ഇത് ആർക്കെങ്കിലും വിറ്റൂടെ? ഇക്കാലത്ത് ഇമാതിരി പഴഞ്ച വണ്ടി പോകാൻ തന്നെ നാണാ. കൊല്ലം എത്രയായി ഇതിനെ ചുമക്കാൻ തുടങ്ങിയിട്ട്? അപ്പൊ നിന്നെ ചുമക്കാൻ തുടങ്ങിട്ടോ? ലക്ഷ്മി, ഓൾഡ് ഈസ് ഗോൾഡ് എന്നാ മീരമോള് പറഞ്ഞത്. പ്രായവും പഴക്കവും ഒക്കെ എല്ലാത്തിനും ഉള്ളതാടി. ഒരു കാലത്ത് ഈ വീടിന്റെ മുറ്റത്ത് ഇതൊരു അലങ്കാരമായിരുന്നു. കണ്ടില്ലേ ഇവന്റെ ഒരു പ്രൗഢി? രാജകലയാ. എനിക്ക് കേക്കണ്ട രാജകലയുടെ മഹത്വമൊന്നും. നാട്ടുകാര് പറയണതേ ആംബുലൻസ് എന്നാ. അതെ, വിവരദോഷികൾ അങ്ങനെ പലതും പറയും. ഗുഡ് മോർണിംഗ്. എന്താ രാവിലെ ദമ്പതിമാരൊരു കുടുംബയോഗം? ഒന്നും പറയണ്ട എന്റെ മോളെ. ഈ പറക്കൻ തളികയുടെ മാഹാത്മ്യം വിളമ്പുമായിരുന്നു ഇവിടെ ഒരാള്. അതേടി, പറക്കൻ തളിക തന്നെയാ. നന്ദുവും ചങ്ങാതിമാരും ഇട്ടിരിക്കുന്ന പേരെ മുല്ലശ്ശേരി ആംബുലൻസ് എന്നാ. എന്നാലും ഇത് ഉപേക്ഷിക്കില്ല. പിശിക്കനല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? സാരില്ലച്ചാ, സത്യം പറയാലോ, ഇതിന് ചേരുന്നത് ആംബുലൻസ് തന്നെയാ. അല്ലമ്മേ, ഞാൻ കേട്ടിടത്തോളം നമ്മുടെ വീട്ടിൽ ഒരാൾ കൂടി ഉണ്ടല്ലോ, ഈ മുല്ലശ്ശേരി തറവാട്ടിൽ അടുത്ത കിരീടാവകാശി. കഥാനായകൻ എവിടെ? സ്ഥലത്തില്ലേ? ആ തമ്പുരാനെ പറ്റി ഒന്നും പറയണ്ട മോളെ. രാവിലെ നേരത്തെ എഴുന്നേക്കും 12 മണിക്ക്. പിന്നെ ഒരു പോക്കാ. രാത്രിയിൽ എപ്പോഴോ വന്ന് കിടന്നുറങ്ങും. എന്റെ മകൻ വളരെ ബിസിയാ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകാരമില്ലാത്തവൻ. സംഗീത ലോകത്താ ജീവിതം. അവൻ എണീറ്റിട്ടുണ്ടാവില്ല. ആഹാ, അത്രയ്ക്ക് സ്മാർട്ടാ? എങ്കി ഒന്ന് കണ്ടിട്ട് എന്റെ കാര്യം. കുറുമ്പന്മാരെ ചട്ടം പഠിപ്പിക്കാൻ നല്ല രസാന്ന് അച്ഛൻ പറയാറ്. ഞാനൊരു കൈ നോക്കട്ടെ. നാശം, നേരം വെളുത്തില്ല, അതിനു മുമ്പേ തുടങ്ങി. ഓ, മനുഷ്യന് ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ. എന്താ അവിടെ ഒരു ബഹളം? ഇവനെന്നെ പിടിച്ച് തള്ളിയിട്ട് കുരുത്തം കേട്ടാലേ. എന്താ നീ കാണിച്ചേ? അമ്മ, ഞാൻ ആ കഥ മിണ്ടരുത്. ഇതാരെന്ന് വിചാരിച്ച നീ? ഞാൻ പറഞ്ഞമ്മേ, നമ്പ്യാരുടെ മോള മീരാന്നാ പേര്. കൽക്കത്തന്ന് ഇന്നലെ എത്തി. നിന്നെ പരിചയപ്പെടാൻ വന്നതാന്നൊക്കെ. അപ്പൊ പറയാ, നമ്പ്യാരായാലും കപ്പിയാരായാലും എനിക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് തള്ളിയിട്ട് ഞാൻ പതുക്കോന്ന് ഒറ്റ വീഴ്ച. പിന്നെ വീണ്ടും തള്ളിയിട്ടു. ആകെ 2 വട്ടം തള്ളിയിട്ടു. എന്റെ കൈ നല്ല വേദനയുണ്ട്. സാരില്ല, അമ്മ തൈലം പുരട്ടി തടയി തരാട്ടോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ താഴോട്ട് ഇറങ്ങി വാ. അയ്യോ, അതിന് ഞാനൊന്നും. ഇവള് നുണ പറയായി. മനസ്സിലായി കുരുത്തം കേട്ടവൻ. മോള് വാ. വലിയ കഷ്ടായി പോയി. ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, തള്ളിയിടാനും പറ്റും. സാരില്ലമ്മ, ഇപ്പൊ കുറവുണ്ട്. അതാ ഈ കൊട്ടൻ ചുക്കാതിയുടെ ഒരു ഗുണം. ഇനി ഒരാവി കൂടി അങ്ങോട്ട് പിടിച്ച വേദനയൊക്കെ പമ്പ കിടക്കും മോളെ.
എന്നാൽ ഇത്ര കുറുമ്പ് പാടില്ല. എന്റെ മുത്തശ്ശി അവൻ ചോദിക്കാ, രാഘവൻ നമ്പ്യാരുടെ മോൾക്ക് ഇവിടെ എന്താ കാര്യം, വല്ല ഹോട്ടലിലും പോയി താമസിച്ചൂടെന്നൊക്കെ. ആഹാ, അവൻ അങ്ങനെ ചോദിച്ചോ? അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട മുത്തശ്ശി. ചെറിയ പയ്യനല്ലേ, അറിയാഞ്ഞിട്ടാവും. അത്ര ചെറുതൊന്നുമല്ല. മോളെ ഭാനു പ്രസവിക്കുമ്പോ അവന് വയസ്സ് 3 കഴിഞ്ഞു. ഇപ്പോഴും പക്വത വന്നിട്ടില്ലാന്ന് വെച്ചാ. ദേ, കൂട്ടുകാരൻ അന്വേഷിച്ചു വന്നിരിക്കുന്നു. ഏത് കൂട്ടുകാരൻ? ആ മീശമുളയ്ക്കത്തെ ചെക്കനില്ലേ, ബോബൻ. അല്ല, ഓ, ഇവനൊക്കെ വരാൻ കണ്ട നേരം. എന്താടാ അച്ഛൻ കാണണ്ട? നീ ഇവിടെ എന്തെടുക്കുക? സമയം എത്രയെന്നാ? ഇന്നത്തെ പ്രോഗ്രാം മറന്നോ നീ? എന്ത് പ്രോഗ്രാം? ഓ, ഗൈഡൻസ് ട്യൂട്ടോറിൽ നിന്ന് പുതിയ ബാച്ച് തുടങ്ങി. എന്റെ മാതാവേ, ഒക്കെ ഒന്നിനൊന്ന് ഇടിവെട്ട. അലുവ, ജിലേബി, രസഗുള. നീ ചെല്ല്, എനിക്കൊരു അർജന്റ് ഫോൺ കോൾ വരാനുണ്ട്, ഞാൻ എത്തിക്കോളാം. മണ്ട, വെറും ഒരു ഫോൺ കോളിന് വേണ്ടി ഇത്രയും വലിയൊരു ബമ്പർ കോൾ മിസ് ചെയ്യണോ? പറഞ്ഞില്ലേ ഇതൊരു അത്യാവശ്യ കോളാ. ഉടനെ വരികയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ബാക്കി പോവാം. അത് വേണ്ട, നീ പൊക്കോ, ഞാൻ നടന്നു വന്നോളാം. ഓക്കെ, ബൈ. ബൈ. അൺലക്കി ഫെല്ലോ. ഇപ്പോഴും നല്ല വേദനയുണ്ടല്ലേ? മോള് നുണ പറഞ്ഞതാ. ഇല്ലമ്മേ, വേദന തീരെയില്ല. പിന്നെ എന്തിനാ മോള് കരയണേ? അമ്മയുടെയും മുത്തശ്ശിയുടെയും സ്നേഹം കാണുമ്പോ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മയെ ഞാൻ ഓർത്തുപോയി. എന്താ മോളെ ഇത്? നീ എന്റെ മോള, എന്റെ സ്വന്തം മോള്. ഇപ്പോഴാ ഒന്ന് ആശ്വാസമായേ. അമ്മയ്ക്കറിയോ, എനിക്കിവിടെ ഒരു അമ്മയെ കിട്ടി, നല്ലൊരു മുത്തശ്ശിയെ കിട്ടി, ഒരച്ഛനെയും. എല്ലാവരും അമ്മയെ പറ്റി പറയുമ്പോൾ കാണാൻ കൊതിയാവുക. പോട്ടെ. ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിയടേ. അതിനവന് കുപ്പിപ്പാല് കുടിക്കണ പ്രായമല്ലേ ആയിട്ടുള്ളൂ. കുപ്പി കുടിച്ചു കേട്ടാ, നന്നായിട്ട് കുടിച്ചു. അല്ല, എനിക്കൊരു സംശയം. അതെ, ഇപ്പഴേ ഫിറ്റായി. അല്ലടാ, ഞാൻ സീരിയസാ. ഷെയർ ഇട്ട് മാത്രം സ്മോളിംഗ് ഫണ്ട് ഒപ്പിക്കാൻ വാശി പിടിക്കുന്ന നമ്മുടെ നന്ദുവിന് എന്താ ഇന്ന് ഇങ്ങനെ തോന്നാൻ? ലുബ്ധൻ മേനോന്റെ ഹോസ്പിറ്റൽ ഫണ്ടിൽ നിന്ന് അടിച്ചു മാറ്റിയോ എന്നൊരു സംശയം. എടാ, ഇന്ന് എന്റെ ജീവിതത്തിലെ അനർഘമായൊരു ദിവസം. പക്ഷെ ഞാനത് പറയില്ല, അത് ഭീകരമായൊരു സസ്പെൻസ്. പറഞ്ഞേ പറ്റൂ, രക്ഷയില്ല, പറഞ്ഞേ പറ്റൂ. ഇത് നിയമലംഘനമാണ്. അതെ, നമ്മൾ തമ്മിൽ രഹസ്യങ്ങൾ പാടില്ലെന്ന് നമ്മൾ തന്നെ എടുത്ത പ്രതിജ്ഞയുടെ കിരാതമായ നിയമലംഘനം. അതുകൊണ്ട് പറഞ്ഞേ തീരൂ എന്റെ ചക്കര മോനെ. പറയാം, ഞാൻ പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു ബ്യൂട്ടി ക്വീനെ കുറിച്ച്. അതേത് ക്വീൻ? അതുണ്ട്. യക്ഷി എന്നും പറഞ്ഞ് കളിയാക്കിയവരെന്നെ ചോദിക്കണം. എടാ, ഞാൻ കണ്ട ബ്യൂട്ടി ക്വീൻ. ഒന്ന് വേഗം പറയടാ. അവളിപ്പോ എന്റെ വീട്ടിലാ, ഒരു പൊൻ കിനാവ് പോലെ, നിറനിലാവ് പോലെ. സത്യം തന്നെ ആണോ? പിന്നല്ലാതെ, നിന്നെ പോലെ ഇല്ലാത്ത ലൈനുണ്ട് എന്ന് ഞാൻ പറയും. അളിയോ, വിശ്വസിക്കാൻ തന്നെ വയ്യടാ. എടാ, അവളൊന്ന് കാണാൻ പറ്റൂടാ? സമയമായില്ല. എന്നാ അവളുടെ പേരെങ്കിലും ഒന്ന് പറ. അവളോ? അവളല്ല, നിനക്ക് ചേച്ചി. പേര് മീര. കോടീശ്വരനായ രാഘവൻ നമ്പ്യാരുടെ ഏക മകൾ, ഫ്രം കൽക്കട്ട. ഞങ്ങള് തമ്മില് ഒന്ന് പോടാ. കൽക്കത്തയിൽ വേറെ ആമ്പിള്ളേരിലായിട്ടല്ലേ ഇവിടെ വന്നിട്ട് ഇവനെ. എന്നാ കേട്ടോ, ഇന്നവൾ എന്റെ മുറി വന്ന് എന്റെ കട്ടിലിരുന്ന് മൃദുവായി കയ്യിൽ പിടിച്ച് നേരത്തെ വരണേ എന്ന് പറഞ്ഞാടാ പറഞ്ഞയച്ചത്. യോ, സമയം 11 എന്നെ കാത്തിരുന്ന് അവൾ മുഷിഞ്ഞാണ്. അപ്പോ പോട്ടട മക്കളെ, പോയി നിരാശ കഞ്ചുകം പുതച്ച് കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. പിന്നെ കുടിച്ചു കഴിഞ്ഞൊക്കെ വൃത്തിയാക്കിയേ ഇവിടുന്ന് പോകാവൂ. മീരയ്ക്ക് എങ്ങാനും വന്ന് കാണണമെന്ന് തോന്നിയാ, അല്ല, വന്ന് കണ്ടാ മോശമല്ലേ? ഗുഡ് നൈറ്റ്. വരണം മിസ്റ്റർ നന്ദുമേനോൻ. എന്താ ഇവിടെ? അല്ല, ഇത് എന്റെ റൂമാണല്ലോ. I'm sorry, but what's the time now? അയ്യോ, സമയം നോക്കാറില്ലേ? ടൈം പീസിലെ സൂചികൾ നോക്കി അറിയാം. പക്ഷേ നോക്കാൻ അറിയണം.
ഷൈൻ ചെയ്യില്ലേ പയൻസേ? എവിടെയായിരുന്നു ഇത്ര നേരം? ഞാനോ നിന്റെ നായരോടൊരു കാര്യം പറയാൻ പോയിട്ട് വരാ. ഡീ എന്നെ പയ്യൻസേ ചെക്കാന്നൊക്കെ വിളിച്ച് ദേഷ്യം പിടിപ്പിച്ച അട്ടിച്ച് കർണക്കുറ്റി പൊട്ടിക്കും ഞാൻ. എന്തൊരു നാറ്റം! നീ കുടിച്ചിട്ടുണ്ട്, സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ. എന്താ ഒന്ന് നോക്കണോ? ആഹാ, നല്ല ആദിത്യ മര്യാദ. ഷൈൻ ചെയ്യാണ്ട് ഇറങ്ങി പൊടി. ചട്ടം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നോളൂ. എന്റെ ഒരു അബദ്ധം പറ്റിയപ്പോ എന്തായിരുന്നു പുകില്? നമ്പ്യാരുടെ മോളാന്ന് പറഞ്ഞിട്ട് 2 വട്ടം തള്ളിയിട്ടു, കൈയൊടിച്ചു. കള്ളി ഇറങ്ങി പൊടി, ഇല്ല പിടിച്ച് പുറത്താക്കും ഞാൻ. ആഹാ, എന്നാ ഒന്ന് കാണണല്ലോ. ഞാനൊന്ന് ഷൗട്ട് ചെയ്താലുണ്ടല്ലോ. കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ചു വന്നത് അച്ഛനമ്മേന്ന് അറിയിക്കണ്ടേ നമുക്ക്? ഞാൻ വിളിക്കാം. അമ്മേ! എന്തൊരു നാറ്റാ! ഇത് എന്ന് നിർത്തും ഞാൻ. അവരറിയട്ടെ പൊന്നുമോന്റെ യഥാർത്ഥ മുഖം. പേടിപ്പിക്കല്ലേ, പോയി പറഞ്ഞു കൊടുക്കടി. ഓ, പറഞ്ഞു കൊടുക്കാലോ. മദ്യം, പുക, പെണ്ണ്. പെണ്ണോ? സി മിസ്റ്റർ നന്ദു, ഇത് നീതു, ദിവ്യ, പിന്നെ ഗ്രേസി. 3 സുന്ദരികളുടെ ഫോട്ടോകൾ, ലവ് ലെറ്ററുകൾ. ഇതാ ഒരു പാക്കറ്റ് 555. ഇത് സൂപ്പർ തെളിവാ. 1 ഫേക്ക് ബോട്ടിൽ വിസ്കി. സ്നേഹസമ്പന്നനായ അച്ഛൻ അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? അപ്പോ ബൈ, ഗുഡ് നൈറ്റ്. ഞാനില്ലാത്തപ്പോ റൂമി അതിക്രമിച്ച് കയറി രഹസ്യങ്ങൾ ചോർത്തുന്നോ? നിന്നെ ഞാൻ എന്റെ അടുത്ത് വന്നാൽ ഞാൻ ഒച്ച വയ്ക്കും. വേണ്ട. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. പ്ലീസ് നീതു. അല്ല മീര, നമുക്കൊരു കോംപ്രമൈസിലെത്താം. അങ്ങനെ വഴിക്ക് വാ. കോംപ്രമൈസ് നോക്കട്ടെ. ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരും. അതിനെന്താ, നീ എന്റെ പ്രിയപ്പെട്ട അതിഥിയല്ലേ. ഞാൻ എന്തും ചെയ്തു പോകും. എന്തും. എന്നാ മോൻ സ്വസ്ഥായിട്ട് കിടന്നുറങ്ങിക്കോ. പിന്നെ ഞാൻ ചിലപ്പോ പയ്യൻസ് എന്നൊക്കെ വിളിക്കും. വിളിച്ചോളൂ, വിളിക്കണമല്ലോ. എനിക്ക് പരാതിയില്ലെങ്കിലോ ഇഷ്ടം പോലെ വിളിച്ചോളൂ. എടാ പയ്യൻസ്. എന്തോ? യെസ്, പയ്യൻസ്. ഞാൻ 10 കൽപ്പനകൾ തരും. ചിലത് പറയാതെ തന്നെ അനുസരിപ്പിച്ചൊന്നും വരും. ആയിക്കോട്ടെ, 10 എങ്കിൽ 10. അതെങ്കിതാ, ഞാൻ അനുസരിച്ചോളാം. നോ നോ, ഐ ഡോണ്ട് ട്രസ്റ്റ് യു. തൊണ്ടികൾ എന്റെ കയ്യിൽ ഭദ്രം. അപ്പൊ കേട്ടോളൂ, നാളെ കൃത്യം 6 മണി തൊട്ട് എന്റെ ഭരണം തുടങ്ങുന്നു. ഗെറ്റ് റെഡി ബൈ 6 o'clock. ഞാൻ താഴെ കാത്തു നിൽക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ മോളെ രാവിലെ തന്നെ? അച്ഛൻ പോരുന്നുണ്ടോ മോർണിംഗ് എക്സസൈസിന്? ജോഗിങ്, വയറുറയ്ക്കാം. അതൊക്കെ മോളുടെ പ്രായത്തിലുള്ളവർക്ക് മതി. ഇത് സ്റ്റീൽ ബോഡിയാ. സ്റ്റീല് തുരുമ്പിച്ചു തുടങ്ങിയെന്ന് മാത്രം. മോളെ, ആ പൂക്കുറ്റിയെ കൂടെ വിളിച്ചോളൂ. ഒറ്റയ്ക്ക് പോകണ്ട. വേണ്ടമ്മേ, എനിക്ക് കൂട്ടിന് ഒരാൾ ഇപ്പൊ എത്തും. അതാരാ? അതൊരു പുതിയ പ്രതിഭാസ. നോക്കിക്കോ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ഒരു മഹാത്ഭുതം സംഭവിക്കും. ഇതെന്താ? അയ്യോ, മണി 10 ഈശ്വര, ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ലല്ലോ. സമയം വൈകിയതല്ല അച്ചുമാമേ, ചിലരുടെ തലയിലേ വെളിവ് വീണതാ. ഒറ്റ ദിവസം കൊണ്ടോ? അത്ഭുതം തന്നെ. ഇതൊരു തുടക്കം മാത്രം. വെയിറ്റ് ആൻഡ് സീ. ഓഹോ, ലക്ഷ്മി അവൾ മിടുക്കിയ. ഇതിനും ഭേദം ജീവപര്യന്തം ജയിലിൽ കിടക്കുക. 2 ഫോട്ടോ, 1 പാക്കറ്റ് സിഗരറ്റും. ഇതൊന്നും വലിയ ക്രൈം ഒന്നും അല്ല. സുഖമായിട്ട് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാൻ നേരത്തുള്ളൊരു ജോഗിങ്. ഇത് കണ്ടുപിടിച്ചവൻ ആരാണെങ്കിലും അവൻ മുടിഞ്ഞു പോട്ടെ. എടാ കുട്ടാ, ജീവിതം സുഖിച്ചു കഴിയാനുള്ളത് മാത്രമല്ല, കുറച്ചൊക്കെ അധ്വാനിക്കണം. അത് ഉപദേശിക്കാൻ ഇയാളാരാ? നഴ്സറി ടീച്ചറോ? പെണ്ണല്ലേ, ഒറ്റയ്ക്ക് വരണ്ടാ നീ ചൊപ്പം വന്നപ്പോ ഉപദേശിക്കാൻ വരല്ലേ? ഉപദേശിച്ചൊക്കെ വരും. വാചകം അടിക്കൊണ്ട് ഓർഡറാ പയ്യൻസെ. വിളയല്ലേ, എടാ പോടാന്നൊക്കെ വിളിച്ച് ആട്ടിച്ച് ഷേപ്പ് ചെയ്യാൻ പറ്റും. നിന്നേക്കാ മൂത്താ ഞാൻ. എന്ന് വെച്ച് ചേട്ടാന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാ മതി. പിന്നെ പേടിപ്പിക്കല്ലേ, നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. ഒന്ന് പോടാ. അയ്യോ പാവം. നിനക്ക് എന്നോട് ദേഷ്യ, വെറുപ്പാ. മനസ്സുകൊണ്ട് പ്രാഗിട്ടുണ്ടാവും. നിന്നെ കണ്ടപ്പോ തൊട്ട് എനിക്ക് വീഴ്ചയാ. എന്താ എന്നെ വിളിച്ചേ? എടാ പയ്യൻസേന്ന്. ഇതിനാണ് കുരുത്തക്കേടെന്ന് പറയുന്നത്. ശരി, ഒന്ന് പിടിക്കടാ പ്ലീസ്. അങ്ങനെ വഴിക്ക് വാ. നിന്നെ ഞാൻ അപ്പൊ എന്നോട് സ്നേഹമുണ്ടല്ലേ? സ്നേഹം? ഇത് സ്നേഹമൊന്നുമല്ല, സഹതാപമാ. അതിഥി അല്ലേ പെണ്ണല്ലേന്ന് കരുതിട്ടാ. മതിടാ നമ്മുടെ വഴക്കൊക്കെ. നമുക്കിനി ഫ്രണ്ട്സ് ആവാം. ഓക്കെ, വാ. എനിക്ക് ആരും ഫ്രണ്ട്സ് ഇല്ലടാ. നിനക്കറിയില്ല, ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നു. ഹോസ്റ്റലിൽ നിന്നും ബോർഡിങ്ങിൽ നിന്നും വല്ലപ്പോഴും ഫ്ലാറ്റിലെത്തിയ പിന്നെ
ജനലിലൂടെ കാണുന്ന ഇത്തിരി ഭൂമിയും ഒരു കീറ ആകാശവും മാത്ര എന്റെ ലോകം. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ആരുമില്ലടാ. വാ നന്ദു. ഓടിക്കൊണ്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് ഞാൻ ഇല്ല. വേണേ ഇരുന്ന് ഫ്രണ്ട്സ് ആവാം. പ്ലീസ് വാടാ. ഫ്രണ്ട്സ് എങ്കിൽ ഫ്രണ്ട്സ്. ഓക്കെ, സത്യം? സത്യം. എന്നാ ഓക്കേ.